അധ്യക്ഷത്തിലെ ബഹുമാന്യ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട പണ്ഡിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തെന്നലാസിയം മർക്കസിൽ ആർട്സോറിയം എന്ന ഈ ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് വേദിയിൽ വന്ന് നിൽക്കുന്നത്. പരിപാടികൾ തുടങ്ങാൻ അല്പം വൈകി. ഞാൻ നേരത്തെ തന്നെ രാമനാട്ടുകരയിൽ നിന്ന് പുറപ്പെട്ട, പക്ഷേ യൂണിവേഴ്സിറ്റി കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലുള്ള ബ്ലോക്ക് അറിയാം. ആ റോഡിൻ്റെ പണി പൂർത്തിയാകാതെ ഇനി ഇവിടേക്കുള്ള യാത്ര സുഗമമാകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് സംസാരിക്കുക എന്നത് എൻ്റെ ചരിത്രപരമായ ദൗത്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ശാരീരികമായ പ്രയാസങ്ങളെയൊന്നും ആലോചിക്കാതെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഈ ഇത്തവണത്തെ നിങ്ങളുടെ ആർട്സോറിയത്തിൻ്റെ ഒരു പ്രമേയം യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കഥാകാരൻ മാത്രമല്ല, നോവലിസ്റ്റ് മാത്രവുമല്ല, ഞാൻ യാത്രികനാണ്. യാത്രാ സംബന്ധിയായിട്ടുള്ള അനവധി ലേഖനങ്ങളും പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ 2 അവാർഡുകൾ എനിക്കുണ്ട്. ഒന്ന് ചെറുകഥയ്ക്ക്, മറ്റൊന്ന് ഗ്രാമപാതകൾ എന്ന് പറയുന്ന യാത്രാ പുസ്തകത്തിന്. അത് ഇന്ത്യൻ യാത്രകളുടെ പുസ്തകമാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകൾ അതിൻ്റെ വൈവിധ്യങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ്. യാത്രകളാണ് സംസ്കാരങ്ങളുടെ ആധാരപ്രധാനങ്ങൾ സാധ്യമാക്കിയുള്ളത്. യാത്രകളാണ്. യാത്രകൾ അത്ഭുതമാണ്. ഒരുപക്ഷെ ലോകത്ത് കണ്ടെടുക്കപ്പെട്ടതിൽ, വായിക്കപ്പെട്ടതിൽ ഏറ്റവും പൗരാണികമായ പുസ്തകം എന്ന് പറയുന്നത് ഗിൽഗമേഷിന്റെ പുരാവൃത്തം. അത് മെസോപ്പൊട്ടേമിയൻ നാഗരികതയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും പുരാതനമായ ലിപി എന്ന് പറയുന്നത് ഹീറോഗ്ലിഫിക്സും ക്യൂണിഫോമിന് അറബ് ആയിട്ടൊക്കെ ചെറിയ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് മെസോപ്പൊട്ടേമിയ. നേരെ മറിച്ച് ഹീറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ചിത്രാക്ഷരമാണ്. ഇങ്ങനെ ഇട്ടാൽ അത് ജലം എന്നാണ് അർത്ഥം, ഇങ്ങനെ ഇട്ടാൽ അത് സൂര്യൻ എന്നാണ്. ഇതൊക്കെയാണ് ചിത്രങ്ങളിലൂടെയാണ് അവർ ഭാഷ അങ്ങനെ അവതരിപ്പിക്കുന്നത്. അതിനെ ഇങ്ങനെ ന്യൂനീകരിച്ച് വരുന്നതാണ് ഇന്നത്തെ പറയുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മെസോപ്പൊട്ടേമിയക്കാർ അതിനൊക്കെ മുമ്പ് അത്ഭുതകരമാം വിധം അവർ സ്ക്രിപ്റ്റ് വികസിപ്പിച്ചു. നമുക്കുണ്ട്. ഇന്ത്യയിലെ പൗരാണിക നാഗരികത എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ലോകത്തിലെ 10,000-ഓളം കൊല്ലം പഴക്കമുള്ള നാഗരികതയുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. പാകിസ്ഥാൻകാരും അഭിമാനിക്കുന്നത് അത് തന്നെയാണ്. അത് ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു. നമ്മുടെ നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, മെസോപ്പൊട്ടേമിയക്കാർക്ക് ഇല്ലാത്തൊരു കണ്ടെത്തൽ നമുക്കുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, കുട്ടികളോട് നമ്മൾ ചോദ്യം ചോദിക്കും, ഒരു ഇഷ്ടിക, മണ്ണ് ബേക്ക് ചെയ്തിട്ട് ഇഷ്ടിക ഉണ്ടാക്കിയാൽ അത് എത്ര കൊല്ലം നിൽക്കും? കുട്ടികള് പല ഉത്തരം. പക്ഷെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 10,000-കണക്കിന് കൊല്ലം നിൽക്കുന്ന. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷന് 10,000-ഓളം കൊല്ലം പഴക്കമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനിലെ നിർമ്മിതികളൊക്കെ തന്നെയും ഈ ചുട്ടെടുത്ത് ഇഷ്ടിക കൊണ്ടായിരുന്നു എന്നുള്ള ഇത് മെസോപ്പൊട്ടേമിയക്കാർക്ക് അറിയില്ല. അവര് ഉണ്ടാക്കിയിരുന്നത്, അവർ എഴുതാനായിട്ട്, യൂണിഫോം എഴുതാനായിട്ട് മണ്ണിന്റെ പുസ്തകം, ഇങ്ങനെ ടാബ്ലറ്റുകൾ ഉണ്ടാക്കും, മണ്ണുകൊണ്ട് അതിന് മുകളിൽ എഴുതും, എന്നിട്ട് ഇങ്ങനെ വെക്കും. അതാണ് അവരുടെ പുസ്തകം. ഇത്ര വലുപ്പമുള്ള ടാബ്ലറ്റുകളിൽ, മണ്ണിന്റെ ടാബ്ലറ്റുകൾ ഇങ്ങനെ എഴുതി സൂക്ഷിക്കും. ഇറാഖ് വാറൊക്കെ നടന്നപ്പോൾ ലോകത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടതും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അന്ന് നമ്മൾ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പൗരാണികമായ പുസ്തകമാണ് ഗിൽഗമേഷിന്റെ പുരാവൃത്തം എഴുതപ്പെട്ടത്. അതിലൊരു യാത്രയെക്കുറിച്ച് പറയും. അത് എങ്കി എന്ന് പറയുന്ന ദേവന്റെ യാത്ര. ആ ദേവൻ അമരത്വം തേടിയിട്ട് മെസോപ്പൊട്ടേമിയയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഇന്നത്തെ ബഹ്റിൻ എന്ന് പറയുന്ന അവിടെ ഒരു പൗരാണിക നാഗരികതയുണ്ട്. ഈ ബഹ്റിനിലാണ് ബാർബാർ ക്ഷേത്രം.
ബാർബർ ഷോപ്പ്. അതിന്റെ അവശിഷ്ടങ്ങൾ അവർ വേറെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചു. ഇന്നത്തെ നമ്മുടെ ക്ഷേത്രങ്ങളെ രീതിയിലൊക്കെ ഉള്ളത് ചെറിയ തീർത്ഥം എടുക്കുന്ന കിണർ ഒക്കെ ഉണ്ടായിരുന്നു, നന്ദി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗിൽഗമേഷ് പുരാവൃത്തത്തിൽ പറയുന്ന ഈ അമരത്വം അന്വേഷിച്ച് നടത്തുന്ന യാത്ര നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വിസ്മയകരമായ ബന്ധമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനും മെസൊപ്പൊട്ടേമിയയും തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാണ്. അപ്പൊ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ യാത്ര എന്ന് അത്ഭുതപ്പെടുത്തി. എന്തൊരു യാത്രയാണിത് അല്ലേ? അപ്പൊ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള യാനപാത്രങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തല്ലോ. അപ്പൊ എന്തൊരു അത്ഭുത പ്രതിഭാസമാണ് ഇവർക്ക്. രണ്ടും അങ്ങനെയാണ്. സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഈ മതത്തിന്റെ ഒക്കെ പേരിലുള്ള വെറുതെയുള്ള കലഹങ്ങൾക്ക് ഒരു അർത്ഥമില്ല തോന്നും. കാരണം എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ലോക സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് കാണാം. ഇപ്പൊ വിശുദ്ധ ഖുർആനെ നിങ്ങൾ എങ്ങനെ എടുക്കുക? മുസൽമാന്മാര് അതിനെ വിശിഷ്ടമായൊരു ഗ്രന്ഥമായിട്ട് കാണും. എന്നാൽ ആന്ത്രോപോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ പൈതൃകമാണ് വിശുദ്ധ ഖുർആൻ അല്ലെ? ലോക ജനതയ്ക്ക് അവകാശപ്പെട്ട മഹത്തായ പൈതൃകമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകം വന്നത് എന്നുള്ളതാണ് അല്ലെ? അതിലുള്ള അറബി ഭാഷ എന്ന് പറയുന്നത് തന്നെ ആധുനിക അറബി ഭാഷയോട് വലിയ തോതിൽ ചേർന്ന് നിൽക്കുന്നതാണ് അതിന്റെ ഭാഷ. അതെങ്ങനെയുണ്ട്? അപ്പൊ സംസ്കാരങ്ങളുടെ ഒരു ആദാന പ്രധാനങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം. എല്ലാ നാടോടികളായിരുന്നല്ലോ, എല്ലാവരും നാടോടികളാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാബയുടെ ചുറ്റുമാണ് ഖുറൈശികൾ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്ത്. അതുവരെ നാടോടി നടന്നിരുന്ന ആളുകൾ അവിടെ ഒരു സെറ്റിൽമെന്റ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഒരു നാഗരികത അവിടെ രൂപപ്പെടുന്നത്. ആ നാഗരികതയിൽ നിന്നതാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉടലെടുക്കുന്നത്. അപ്പൊ അറേബ്യയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, നബാത്യൻസ് ഇല്ലേ, ശക്തമായിട്ടുള്ള നാഗരികത നിലനിന്നല്ലേ. ആ നബാത്യൻസിന്റെ ചില കേന്ദ്രങ്ങൾ, അവരുടെ ചില നിർമ്മിതികൾ കാണാനായിട്ട് ഞാൻ സൗദി അറേബ്യയിലെ യാത്രക്കിടയിൽ പോയിരുന്നു. അപ്പൊ ജോർഡാനിലൊക്കെ ഉണ്ടായിരുന്ന അതേ നാഗരികത ഇങ്ങനെ തുടർന്ന് നിൽക്കുകയാണ്, അതിർത്തി കടന്നു വരികയാണ്. ഇപ്പൊ ഈജിപ്ത് അവർ നടത്തിയ സഞ്ചാരങ്ങൾ നോക്കൂ. സഞ്ചാരങ്ങൾ അത്ഭുതകരമായുള്ള സഞ്ചാരങ്ങളാണ്. ഏറ്റവും കൂടുതൽ പറയുന്നത് യമനിലെ അദ്രമി ഗോത്രങ്ങളുടെ സഞ്ചാരങ്ങളാണ്. അസാധാരണമായ സഞ്ചാരം അവർ നടത്തി. ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് അധിക ദൂരമല്ലല്ലോ, ഇല്ല, മമ്പുറം അല്ലെ? മമ്പുറം അലവി തങ്ങൾ ഇവിടുന്ന് വരുന്നു, യമനിന്ന് വരുന്നു. യമനെന്ന് വന്ന ആദ്യം ഈ രാജ്യത്തിന്റെ മകനായിട്ട് മാറുകയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലെ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകന് ഫദൽ പൂക്കോയ തങ്ങൾ ലോകം കണ്ടുള്ള മറ്റൊരു വലിയ യാത്രികനായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാട് കടന്നു പോകാൻ പറഞ്ഞു. നാട് കടത്തിയാൽ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പലതരത്തിലും അവര് നോക്കി. അപ്പൊ നോക്കുമ്പോൾ ജയിലിലിടാൻ പറ്റില്ല, അതൊക്കെ വലിയ പ്രശ്നമാവും. അപ്പൊ തൽക്കാലമായിട്ട് ഇവിടുന്ന് മാറി നിന്നേ പറ്റുന്നു. അങ്ങനെയാണല്ലോ പോകുന്നത്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് എത്തുന്നു. പിന്നെയോ ദഫാർ എന്ന് പറയുന്ന റീജിയന്റെ ഗവർണറായിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ അവസാനം എവിടെയാ? അതിന്റെ സഞ്ചാരങ്ങള് മമ്പുറത്ത് നിന്ന് തുടങ്ങിയ യാത്ര അവസാനിക്കുന്ന എവിടെയാ? തുർക്കിയിലാണ് അദ്ദേഹത്തിന്റെ കബറിടം. ഫദൽ പാഷ വലിയ സഞ്ചാരിയായിരുന്നു. മാത്രമല്ല സഞ്ചാരത്തിന്റെ സാധ്യതകൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം തുർക്കിയെയും സൗദി അറേബ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹിജാസ് റെയിൽവേ സ്വപ്നം കണ്ടത്. പക്ഷെ അത് പൂർത്തിയാക്കി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ കാണാനായി സൗദി അറേബ്യയിലെ യാത്രക്കിടയിൽ ഞാൻ പോയിരുന്നു. കുറെ ഭാഗങ്ങൾ കാണാം. ആ പഴയ ട്രെയിൻ ചില മ്യൂസിയം പീസുകളായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ നോക്ക്, അത്ഭുതപ്പെടുത്തുന്ന യാത്ര എന്ന് ആലോചിച്ചു. അറബ്സ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരെ ആത്യന്തികമായിട്ട് മതപ്രബോധകരായിട്ടല്ല വരുന്നത് കേട്ടോ. ആരും അങ്ങനെ മതപ്രബോധകരായിട്ട് വരുന്നില്ല. മതപ്രബോധകർ കച്ചവടക്കാർക്കൊപ്പം യാത്ര ചെയ്യാണ്.
അങ്ങനെയാണ്. ഇപ്പൊ ബുദ്ധമതം എങ്ങനെയാണ് ടിബറ്റിൽ നിന്ന് ചൈനയിലേക്ക് എത്തുന്നത്? കച്ചവടം വഴിയാണ്. സിൽക്ക് റൂട്ട്, സിൽക്ക് നമ്മൾ പറയില്ല, സിൽക്ക് റൂട്ട് നമ്മൾ പറയില്ല, പട്ടുപാത. ആ സിൽക്ക് റൂട്ടിലൂടെ കച്ചവടക്കാർ യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പമാണ് മതപ്രബോധകരായിട്ടുള്ള, ബുദ്ധമത പ്രബോധകരായിട്ടുള്ള വലിയ സന്യാസിമാർ യാത്ര ചെയ്യുന്നു. അങ്ങനെയാണ് ചൈനയിലേക്ക്, ഈ ഇന്ത്യയിൽ പറന്ന ബുദ്ധമതം ചൈനയിലേക്ക് വ്യാപിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ സംസ്കാരങ്ങളുടെ ആദാന പ്രദാനങ്ങളാണ് യഥാർത്ഥത്തിൽ യാത്രയിലൂടെ നടക്കുന്നത്. അധർമ്മീ ഗോത്രങ്ങളുടെ യാത്രയെക്കുറിച്ച് മാത്രം ധാരാളമായിട്ട് പഠനം നടന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വിദേശികളായ ആളുകൾ സൂഫികളുടെ യാത്രകൾ പ്രധാനമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖലീൽ ബുഖാരി തങ്ങൾ അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഖലീൽ ബുഖാരി തങ്ങൾ. ആരാ? ബുഖാറ അല്ലേ? സമർക്കണ്ട്. അവിടുന്ന് വന്നതാണ് ബുഖാരി. അവിടുന്ന് വന്നവരാണ് അവര്. ക്രിസ്ത്യൻ യോഗിമാരൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. എത്ര ദൂരമാണ് അവർ യാത്ര ചെയ്തെന്നാളോ ഇവിടേക്ക് എത്താനായിട്ട്. ആ വലിയ അവര് യാത്ര ചെയ്തെത്തുമ്പോ അവർ പ്രചരിപ്പിക്കുന്നത് ഒരു മഹാസംസ്കാരം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. സൂഫികളുടെ യാത്രകൾ പഠിക്കപ്പെടേണ്ടോ? ചിസ്തി അങ്ങനെ ഒന്നല്ലേ? ബന്ധനബാസ് കിസുദിറാസ് വന്നതല്ലേ? എല്ലാ മഹാസഞ്ചാരികളായിട്ടാണ് ഇവിടെ വന്നിട്ട്. അതെങ്ങനെയാണ് ഒരു നാഗരികതയെ പരിപോഷിപ്പിച്ചത്? ഇപ്പൊ ഇസ്ലാമിന്റെ പൂർവ്വ ചരിത്രം പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളെ പണ്ഡിതരായിട്ടുള്ള അധ്യാപകർക്കൊക്കെ അറിയാം. നിങ്ങളെ പഠിപ്പിക്കുന്ന മിറുൽ കൈസിന്റെ കവിതകളെ കുറിച്ച് പഠിക്കില്ലേ? അല്ലേ? ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കല്ലോ അല്ലേ? ജാഹിലിയ കാലഘട്ടത്തിലെ കുറിച്ച് പഠിക്കുമ്പോൾ മിറുൽ കൈസ് എന്ന് പറയുന്ന വലിയൊരു കവിയെ കുറിച്ച് പഠിക്കും. അദ്ദേഹം ഈ സുന്ദരിയായ പെണ്ണിനെ വർണ്ണിക്കുമ്പോൾ ഈ കൃഷ്ണമണിയുടെ നിറത്തിനെ അഭേദം കൽപ്പിക്കുന്ന ഏത് ബിംബത്തോടാണെന്ന് അറിയാം? കുരുമുളകിനോട്. അപ്പൊ കുരുമുളക് ഇവിടുന്ന് പോയതല്ലേ? ആ കുരുമുളകിന്റെ സഞ്ചാരങ്ങൾ എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒന്നാണ് കുരുമുളകിന്റെ സഞ്ചാരം. കുരുമുളക് എങ്ങനെയാണ് യാത്ര? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അധിനിവേശം എന്ന് പറയുന്നത് കുറെ ഗുണങ്ങളുണ്ടാക്കും അല്ലേ? അധിനിവേശ ശക്തികൾ ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കറുത്ത പൊന്നുണ്ടാവില്ല. കുരുമുളക് കറുത്ത പൊന്നായിട്ട് മാറില്ല. എന്തിനാത് ഉപയോഗിച്ചിരുന്നു അറിയാം? കുരുമുളക് അറിയോ? കുട്ടികൾക്ക് അറിയാം എന്തിനാ കുരുമുളക്? യൂറോപ്യൻ രാജ്യങ്ങൾ കുരുമുളക് എന്തിനാ ഉപയോഗിച്ചത്? കുരുമുളക് ഉപയോഗിച്ചിരുന്നത് ഈ ഇറച്ചി കേടുവരാതിരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ കുരുമുളക് വെതറുകയും അപ്പൊ അത് കുറെ കാലം നിൽക്കും. പിന്നെ എപ്പോഴാണ് അത് ഇത്ര പ്രാധാന്യമേറിയിട്ട് യൂറോപ്പിൽ? ഇപ്പൊ നമുക്ക് ആലോചിക്കാം, ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും അവരുടെ എരിവിനായിട്ട് അവർ ഉപയോഗിക്കുന്ന എന്താ? കുരുമുളകാണ് അല്ലെ? കുരുമുളക് അവിടെ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ അവരുടെ രുചിയിലേക്ക് ഭാഗമായിട്ട് വന്നത്? അതിന് കാരണമുണ്ട്. ഈ പ്ലേഗ് എന്ന് പറഞ്ഞ മഹാമാരി പടർന്നു പിടിച്ചപ്പോ പ്ലേഗാണ് കുരുമുളകിന് അമൂല്യമായിട്ടുള്ള ഔഷധമാക്കി മാറ്റിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ പടർന്നു പിടിച്ച പ്ലേഗ്. ആ പ്ലേഗ് വന്നപ്പോ അവർക്ക് സഞ്ചാരികൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കുരുമുളക് അത്ര അമൂല്യമായിട്ട് മാറി. എന്താ കാരണം? കുരുമുളക് പുകയ്ക്കുകയും കുരുമുളകിന്റെ സൂപ്പ് കഴിക്കുകയും ചെയ്താല് പ്ലേഗ് മാറും എന്നവർ കരുതി. കുറെ നാള് കുരുമുളക് സൂപ്പ് കഴിച്ച് അവസാനം കുരുമുളക് സൂപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലയ്ക്ക് വന്നപ്പോഴാണ് അനേക വർഷങ്ങൾ കൊണ്ട് കുരുമുളക് ഇത്ര അമൂല്യമായിട്ട് മാറിയത്. അറബ്സ് അങ്ങനെ തന്നെയാണ്. അവരും കുരുമുളക് പ്രിയല്ലേ? അല്ലേ? അറബ്സിന് കുരുമുളക് പ്രിയാണല്ലോ. കുരുമുളക് അത്ര പ്രാധാന്യം. അതിന് വേണ്ടിയാണ് അധിനിവേശ ശക്തികൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോരാടിയത്. കുരുമുളക് വിളയുന്ന മലകളും താഴ്വാരങ്ങൾക്കും ഉടമയാര് എന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളിലൂടെ ഞാൻ പിടിച്ചെടുക്കും. ബ്രിട്ടീഷുകാർ വന്നതും ടിപ്പു വന്നതും ഒക്കെ ഈ കുരുമുളക് തേടിയാണ് അവർ വന്നത്. ഏത് കാലഘട്ടം മുതൽക്കാണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയത്? വേറെ കാര്യം കേൾക്കണോ? ചരിത്രം പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ? ഈ യാത്രകളുടെ അത്ഭുതകരമായൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ മാമാങ്കം എന്ന് പറയും. ഈ മാമാങ്കം എന്ന് പറഞ്ഞാല് കേവലം ഉത്സവം മാത്രമായിരുന്നില്ല.
മാമാങ്കം ലോകമറിയുന്ന വലിയ ട്രേഡ് ഫെയർ. 12 വർഷത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ട്രേഡ് ഫെയർ. ആ ട്രേഡ് ഫെയറിൽ ഇങ്ങനെ എത്രയോ ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ട്രേഡ് ഫെയർ. ആ ട്രേഡ് ഫെയറിൽ ഓരോ ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് ഈ നല്ല കുതിരകളെ വിൽക്കാൻ കൊണ്ടുവരിക. കുതിരകളെ അതാരാ കൊണ്ടുവരുന്നത്? അറബ്സ്. ഈ സമയത്ത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലോ 1800-കളിൽ ഒരു ഇറ്റാലിയൻ കമ്പനിയും വെള്ളുവനാട് രാജാവും തമ്മിലൊരു കരാറിൽ ഒപ്പുവെക്കുന്നു. ആ കരാർ എന്താ? ആ കരാറ് നമ്മൾ ഇന്നത്തെ കരുവാരക്കുണ്ടും കാളികാവും തൂതയൊക്കെ അടങ്ങുന്ന സ്ഥലങ്ങളിൽ ഉള്ള ഇരുമ്പയിരിന്റെ ഖനനം, അതിന് ഇരുമ്പെടുക്കാൻ വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെടുക. എന്താ കാരണം? നമ്മൾ പഠിക്കണം. കാരണം ഈ കരുവാരക്കുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? കരുവാന്മാര് താമസിച്ചിരുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ കരുവാന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് കരുവാരക്കുണ്ട്. എന്റെ ജന്മദേശം പരിചയപ്പെടുത്തി പാപ്പിനിപ്പാറ. പാപ്പിനിപ്പാറയുടെ തൊട്ട് കിടക്കുന്ന സ്ഥലം ഇരുമ്പുഴി. എന്താ പ്രത്യേകത? ഇരുമ്പ് ഖനനം ചെയ്തിരുന്ന സ്ഥലം, ഇരുമ്പയിര് ഖനനം ചെയ്തിരുന്ന സ്ഥലം. ആ ഇരുമ്പയിര് ഖനനം ചെയ്ത് ഊത്താലകളിലൂടെ ഇരുമ്പ് സംസ്കരിച്ചെടുത്ത് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് റോമിലൊക്കെ വലിയ മാർക്കറ്റായിരുന്നു. ചെറിയ മാർക്കറ്റല്ല. പോർച്ചട്ട വരെ നമ്മളെ കരുവാരക്കുണ്ടിലെയും പിന്നെ കാളികാവിലെയും തരിശ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെയുള്ള കരുവാന്മാരുണ്ടാക്കിയ ഈ പോർച്ചട്ട റോമിലെത്തണമെങ്കിൽ എത്ര യാത്ര ചെയ്തിട്ടുണ്ടാവും? അപ്പൊ യാത്രയുടെ വ്യാപനം ഒന്നും ആലോചിച്ചു. അങ്ങനെയാണ് അത്ര വില കൂടി നമ്മുടെ ഇരുമ്പിന് അത്ര വില ഉണ്ടായി. അപ്പൊ പരിചയപ്പെടുത്തുന്ന ആരാ? അറബ്സ്. സാമൂതിരി വെറുതെ അല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അത്രമാത്രം അടുപ്പം കാണിക്കുകയും കുഞ്ഞാലി മരിക്കാറായാലും ചെമ്പൻ അത്തീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ല. സാമൂതിരിയുടെ ഗവർണറായിരുന്നു ചെമ്പൻ അത്തീദ്. ചെമ്പൻ പോക്കറുടെ ഒക്കെ പിന്മുറക്കാരൻ ചെമ്പൻ അത്തീദ്. ചെമ്പൻ അത്തീദിനും ഈ പറയുന്ന ഈ മാമാങ്കം ഒരു വലിയ വേൾഡ് ലോകമറിയുന്ന ട്രേഡ് ഫെയർ ആക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ റോളൊക്കെ വലുതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം അത് ചെയ്തു. അപ്പൊ വിദേശത്ത് നിന്ന് ആളുകൾ വരിക. അപ്പൊ എന്തൊരു അത്ഭുതകരമാണെന്ന് ആലോചിക്കണം. ഈ ട്രേഡിന്റെ ഭാഗമായി നടത്തിയ യാത്രകൾ, അതിന്റെ ഭാഗമായിട്ടുള്ള സംസ്കാരങ്ങളുടെ വികാസങ്ങൾ. അങ്ങനെ ഒരു അറബ്സ് യാത്ര ചെയ്യുമ്പോ എന്താ പുതിയ സംസ്കാരം അവർ കൊണ്ടുവരും, അല്ലേ? കൊണ്ടുവരില്ലേ? പ്രവാചകന് ഒരു കഷ്ണം സിൽക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലേ? പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്യും? ഇത്ര കോസ്റ്റ്ലി ആയിട്ടൊന്നും വേണ്ടെന്ന് പറയും, അല്ലെ? പിന്നീട് ആർക്കാ കൊടുക്കുന്നു? ഉമറിന് കൊടുക്കുന്നുണ്ട്, അല്ലേ? സിൽക്ക്. അപ്പൊ സിൽക്ക് എവിടുന്ന വന്ന്? ആ സിൽക്ക് പ്രവാചകന് കൊടുത്തിട്ടുള്ള ആ സിൽക്ക് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, പട്ട്, അത് എത്ര ദൂരങ്ങൾ താണ്ടി വന്നതാണെന്ന് ആയിരിക്കും. അപ്പൊ ട്രേഡിന്റെ അതിനുവേണ്ടി നടത്തിയ സഞ്ചാരങ്ങളെ കുറിച്ച് ഒന്ന് പഠിച്ചു. എന്ത് അത്ഭുതകരമായ സഞ്ചാരമാണ്. അതാ ഞാൻ അവള് പറയുന്നത്. അത്രമേ ഞാന് ഒമാനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു പോർട്ടുണ്ട്. ആ പോർട്ട് എന്താ പറയുക? കുന്തിരിക്കം. കുന്തിരിക്കം വേറൊരു സാധനം. ഇതേപോലെ ഈ ബൈബിളിൽ പറയുന്ന കുന്തിരിക്കം വിളഞ്ഞിരുന്ന സ്ഥലം അറിയോ? സലാല, പഴയ ദുഫാറില് കിട്ടുന്ന സവിശേഷമായ മഴ കാരണമാണ് അവിടുത്തെ ആ ദുഫാർ ആ മേഖലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, സലാലയിൽ പോയി കഴിഞ്ഞ നമ്പറിലും ഞാൻ അവിടുത്തെ SSFന്റെ പേര് വേറൊന്നു മാത്രമേ ഉള്ളൂ. അവരുടെ ഒമാൻ സാഹിത്യോത്സവത്തിൽ അതിഥിയായിട്ട് ഞാൻ പോയിരുന്നു, ഉദ്ഘാടകനായിട്ട്. അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോഴൊക്കെ ഞാൻ ഈ കാണുന്നത് ഈ സലാലയിലെ ഈ കുന്തിരിക്ക മരങ്ങൾ ഞാൻ എപ്പോഴും മിസ് ചെയ്യാതെ നോക്കും. ആ കുന്തിരിക്കം ബൈബിളിൽ പറയുന്ന കുന്തിരിക്കം വിളഞ്ഞു എന്നാണ്. എന്നിട്ട് കുന്തിരിക്കം കയറ്റി കൊണ്ടുപോകാനായിട്ട് പ്രത്യേക പോർട്ടുകൾ ഉണ്ടാക്കി. ഇത്ര കൊല്ലം മുമ്പ് അവിടുത്തെ വെളുത്ത കുന്തിരിക്കം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായിരുന്നു. അത് അന്വേഷിച്ച് യാത്രികർ വരും.
വിഭവങ്ങൾ തേടിയാണ് വരുന്നത്. പക്ഷെ വിഭവങ്ങൾ തേടി വരുന്ന യാത്രകൾ സംസ്കാരങ്ങളുടെ സമന്വയവുമായിട്ട് മാറുന്നു. മതങ്ങൾ, മരുഭൂമികളും പർവ്വതങ്ങളും സമുദ്രവും താടി മതാശയങ്ങൾ പ്രചരിക്കാനത് യാത്രകൾ കാരണമായി എന്ന്. അത്ര പ്രാധാന്യമുള്ളതാണ് യാത്ര. യാത്രാ വിവരണം അല്ലേ? നമ്മുടെ ഇബിൻ ബത്തൂത്തെ കുറിച്ച് പറയും അല്ലെ, റസാക്കിനെ കുറിച്ച് പറയും. അങ്ങനെ എത്രയോ സഞ്ചാരികൾ അവർ വരികയും അവർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ആ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിലെ അസാധാരണമായ അറിവുകളായിട്ട് മാറി. നമ്മുടെ തീരത്തെ കുറിച്ചുള്ള അറിവുകൾ അല്ലെ, കോഴിക്കോടിനെ കുറിച്ചൊക്കെ ഉള്ള പുരാതനമായിട്ടുള്ള സഞ്ചാരികൾ രേഖപ്പെടുത്തി വെച്ചത് നോക്കണം. വാസ്കോ ഡ ഗാമ ആലോചിക്കൂ, അത് വരുന്ന ഇവിടുന്ന് എത്ര ദൂരത്താണ് വാസ്കോ ഡ ഗാമ യാത്ര ചെയ്ത് വരുന്നത്, എത്ര ദിവസം എടുത്തിട്ടാണ്. അപ്പൊ സമുദ്രത്തെ കീഴടക്കാണ്. സമുദ്രത്തെ കീഴടക്കാൻ വേണ്ടി നടത്തിയ യാത്രയില് എന്തൊക്കെ വിജ്ഞാനങ്ങൾ വരും? ദിശ പ്രധാനാവില്ലേ? പഠിക്കണ്ടേ? ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത് പഠിക്കണ്ടേ? ഇന്ത്യയിലേക്ക് വരേണ്ടത് ഏതെല്ലാം മുനമ്പ് ചുറ്റിയാണ് വരേണ്ടത് എന്ന് മനസ്സിലായല്ലേ? ഇന്നത്തെ രീതിയല്ലോ. പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാസ്കോ ഡ ഗാമയുടെ അധിനിവേശമൊക്കെ മറക്കാൻ വിടും. ആ സഞ്ചാരികൾ പോർച്ചുഗലിൽ നിന്ന് കേരള തീരത്തേക്ക് നടത്തിയ യാത്ര അത്ഭുതകരമല്ലേ? അവരെങ്ങനെ കണ്ടെത്തി? അപ്പൊ എന്ത് ചെയ്യണം? ദിശ കണ്ടെത്തണം. കോമ്പസ് കണ്ടേ? അതാണ് കോമ്പസ് കണ്ടെത്തി. പ്രത്യേകിച്ചും നമ്മുടെ മറ്റേ ദ്വീപിലെ ആ ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഭാരത നമ്മള് പത്മശ്രീ ഒക്കെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള വലിയ, അദ്ദേഹം അത്ഭുതകരമായിട്ട് സമുദ്ര സഞ്ചാരത്തെ കുറിച്ച് പഠിച്ച ആളാണ്. അപ്പൊ സമുദ്ര സഞ്ചാരത്തെ കുറിച്ച് പഠിക്കുമ്പോ ഒരു പ്രത്യേകമായിട്ട് ഫുഡ് ഉണ്ടാവും. വേണ്ടേ? എന്താ? അനേക ദിവസങ്ങൾ അല്ലെങ്കിൽ അനേക മാസങ്ങൾ കേടുവരാതിരിക്കാനുള്ള ഭക്ഷണ രീതികൾ വരും. അതിനുവേണ്ടി എന്ത് വികസിപ്പിച്ചെടുത്തു? അപ്പോഴാണ് ഡ്രൈ ഫ്രൂട്ട്. അങ്ങനെ വരുന്നു. ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മൾ പറയാറൊരു കാര്യം, ഈ പച്ചവെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുക. അത് ലോകത്ത് സംസ്കാരത്തിന്റെ ഭാഗമായി ഇത് മാറിയത് എപ്പോഴാ അറിയോ? എപ്പോഴാ അത് വന്നത്? കോളറ വന്നു. ലോകമാകമാനം കോളറ ഗ്രസിച്ചപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അവർ പഠിച്ചു. കോളറ വരുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളം ചൂടാക്കിയാല് തിളപ്പിച്ചു കഴിഞ്ഞാൽ കോളറയുടെ അണുക്കൾ പോകും. ഒരു വിജ്ഞാന ശാഖയായിട്ട് മാറും അല്ലെ? അതേപോലെയാണ് ഇവര്. പിന്നീട് സമുദ്രത്തെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ കുട്ടിക്കാലത്ത് ഈ പൊന്നാനിയിലെ മരക്കാന്മാര് യാത്രയും എന്നിട്ട് അവർക്ക് കടലിലേക്ക് കൊണ്ടുവന്നൊരു ഫുഡ്, നമ്മളെ മുള്ളൻ എന്ന് പറയുന്ന മത്സ്യമുണ്ടല്ലോ, നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ മുള്ളോട് കൂടിയിട്ട് അരിയിൽ ഇടിച്ചിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കും. ഇല്ലേ? അരിപ്പൊടി പുട്ടായിട്ട് കൊണ്ടുപോയാൽ അധികം നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അരിപ്പൊടി വറുത്ത് നല്ലോണം ഡീപ്പ് ഫ്രൈ എടുത്താൽ എത്രയോ ദിവസം അതിരിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യാത്രയിലൂടെ എന്ത് വന്നു? ഫുഡിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ആണ് വേറൊരു കാര്യം. പിന്നെ സമുദ്രത്തെ കുറിച്ച് പഠിക്കണം. സമുദ്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാറ്റിനെ കുറിച്ച് പഠിക്കണം. കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അനിവാര്യമായിട്ട് വരുന്ന ഒരു കാര്യം കാലാവസ്ഥ. ഏത് കാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ പറ്റും, ഏത് കാലഘട്ടത്തിൽ സമുദ്രം യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വികസിപ്പിച്ചെടുത്തു? കലണ്ടർ വികസിപ്പിച്ചെടുത്തു. ഋതുക്കൾ മാറുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. കാറ്റിന്റെ ഗതി വേണം. കാറ്റിനെ കുറിച്ച് പഠിക്കണ്ടേ? കാറ്റിനെ കുറിച്ച് പഠിക്കാതെ എങ്ങനെയാണ് പായ് ഉയർത്തുക? പായ്ക്കപ്പല് വഴി യാത്ര ചെയ്യുമ്പോൾ കാറ്റ് വളരെ പ്രധാനമാണ്. കാറ്റാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ കാറ്റിന്റെ ഗതിയെ കുറിച്ച് പഠിക്കണം, കാറ്റിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ എന്തായി? ഒരു വിജ്ഞാന ശാഖ രൂപപ്പെടുക. അതിന് അറിവുകളുടെ വലിയ ലോകം തുറക്കപ്പെടുക. ഇങ്ങനെയുള്ള എത്രയോ വിഷയങ്ങൾ പഠിച്ച് ഉണ്ടായതാണ് ഇന്നത്തെ സംസ്കാരം. പ്രവാചകൻ നല്ല യാത്രികനായിരുന്നില്ലേ? അല്ലേ?
ഖദീജ ബീവിയുടെ കച്ചവട സംഘം കൊണ്ട് അദ്ദേഹം നടത്തിയ യാത്ര എന്താ? എത്ര ദൂരങ്ങളിലേക്ക് പോയി സിറിയ വരെ യാത്ര ചെയ്തില്ലേ? എത്ര ദൂരം, എത്ര കിലോമീറ്റർ ആണത്? ചെറുതാണോ? അല്ലല്ലോ. ഈ മരുഭൂമി യാത്രക്കാര് നമ്മൾ വിചാരിക്കുന്ന പോലെ കടൽ യാത്ര പോലെ തന്നെയാണ് മരുഭൂമി യാത്രക്കാർ. അവരെന്തൊക്കെ പഠിക്കണം? കാറ്റ് പഠിക്കണ്ടേ? ചൂടും തണുപ്പും എന്താന്ന് പഠിക്കണ്ടേ? മാത്രമല്ല, എവിടെയാണ് മരുപ്പച്ച ഉള്ളത് അവിടെ താവളം വേണം, അല്ലേ? ആ മരുപ്പച്ച കണ്ടെത്തുകയും ആ മരുപ്പച്ചയില് ഇത്ര ദിവസം യാത്ര ചെയ്താൽ ഇന്ന മരുപ്പച്ചയിലെത്തും. ഇന്നത്തെ പോലെയല്ല. അപ്പൊ ഈ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് അതാ ആലോചിക്കണം. മരുഭൂമി നിവാസികൾ 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മരുഭൂമിയിൽ യാത്ര ചെയ്യാനുള്ള മരുക്കപ്പൽ ഒട്ടകമാണ് എന്ന് തിരിച്ചറിയുക. ആലോചിക്കൂ, ഒട്ടകമാണ് എന്ന് തിരിച്ചറിയുക. ആ ഒട്ടകത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ എത്ര ദൂരമാണ് അവർ യാത്ര ചെയ്തതെന്ന് ആലോചിക്കാം. ആ യാത്രകളിലൂടെ അവർ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് സമുദ്രങ്ങളും താണ്ടി. അപ്പൊ മരുഭൂമി താണ്ടണം, പിന്നെ സമുദ്രങ്ങൾ താണ്ടണം. ആ സമുദ്രങ്ങളൊക്കെ താണ്ടി അറബ്സ് ഇവിടൊക്കെ വന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെയാണ് അവര് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാം മത പ്രബോധകരായ ആളുകൾക്ക് ഹിന്ദു സമൂഹത്തിൽ നിന്ന് സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് സഹോദരി കൽപ്പിക്കുക. എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ചേർന്ന് നിന്നത്. അതിനെയൊക്കെയാണ് മഹാസംസ്കാരങ്ങളെ ആണ് വെറുപ്പിന്റെ ഭാഷകർ, വംശീയതയുടെ ഭാഷകർ റദ്ദ് ചെയ്യുന്നത്. മഹാസംസ്കാരങ്ങളുടെ സൗന്ദര്യത്തെയാണ് ഇന്നുകൂടി നമ്മൾ കാണുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് സഞ്ചാരങ്ങളുടെ അത്ഭുതകരമായ സഞ്ചാരങ്ങൾ, അത് ഭാഷയുടെ വികാസത്തിനായിട്ട് കാരണമായി. വക്കീൽ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ലേ? എങ്ങനെ വന്നു? മലയാളത്തിലെ പ്രിയപ്പെട്ട വക്കീൽ വാക്ക് എവിടുന്ന് വന്നു? അറബിൽ നിന്ന് വന്നു. അങ്ങനെ ആദാന പ്രദാനങ്ങൾ നടന്നു, പരകീയ പദങ്ങൾ വന്നു, അല്ലേ? എത്രയോ പരകീയ പദങ്ങൾ കടന്നു. ഇപ്പൊ മുണ്ടേരി എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടില്ല നിങ്ങൾ? നിലമ്പൂര് കേട്ടില്ല? മുണ്ടേരി, നിലമ്പൂരിലെ മുണ്ടേരി, ഇല്ലേ? മുണ്ടേരി പറഞ്ഞാൽ എവിടുന്നാ വന്ന് അറിയോ? മുണ്ടേരി എവിടുന്നാ വന്നു അറിയോ? മൗണ്ട് ഏരിയ ആണ് മുണ്ടേരി, കേട്ടോ. മൗണ്ട് ഏരിയ ആണ് മുണ്ടേരി. ബ്രിട്ടീഷുകാർ പറഞ്ഞ മൗണ്ട് ഏരിയ ആണ് മുണ്ടേരി. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ വിളിച്ച എത്രയോ പേരുകൾ മലയാളീകരിച്ച് നമ്മുടേതായിട്ട് മാറി. ഫ്രഞ്ചിലെ വാക്കുകൾ വന്നു, ജർമ്മൻ വാക്കുകൾ വന്നു. അത് നമ്മൾ വേറെ കാര്യം പഠിക്കും. ഈ നമ്മുടെ സംസ്കാരങ്ങളെ കുറിച്ച് ഇങ്ങനെ വെറുതെ വീരവാദം പറയുന്നതിന് കാര്യമില്ല. ലോകത്തിന്റെ സംസ്കാരം കലർപ്പുകളുടെയും ചേർന്ന് നിൽക്കലുകളുടെയും ആദാന പ്രദാനങ്ങളുടെയുമാണ് എന്ന വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. നമ്മുടെ സാധാരണയായിട്ട് കുട്ടികളോട് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള തനിമയുറ്റ കേരളീയ ഭക്ഷണം പുട്ട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാം? ഏറ്റവും തനിമയുറ്റ കേരളീയ ഭക്ഷണം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് പറയുന്ന പുട്ടാണ് നമ്മുടെ, അല്ലേ? ഇഡ്ഡലിയൊക്കെ ദക്ഷിണേന്ത്യയിലുണ്ട്, പുട്ട് നമ്മുടേതാണ്. പുട്ട് നമ്മുടേതല്ല. പുട്ട് കൊണ്ടുവന്ന് പോർച്ചുഗീസുകാരാ. റൈസ് കേക്ക് അതാണ് അവർ കൊണ്ടുവന്ന്, അത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. അതുകൊണ്ട് പുട്ട് വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്, അത് ഗോവക്കാരാണ്. പുട്ട് പോയി റൈസ് കേക്ക് പോർച്ചുഗീസുകാരുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന ചേമ്പ്, ചേന, കാച്ചിലില്ലേ, മഹാഭൂരിഭാഗം കിഴങ്ങ് വർഗങ്ങളും വരുന്നത് തെക്കേ അമേരിക്ക. ഞാൻ മൊസാംബിക്കിലെ യാത്രയാണ്, ആഫ്രിക്കയില്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് മിയാക്കോട്ടോ എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരനെ പോയി കാണാം. അപ്പൊ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉള്ള ഫോട്ടോ എടുക്കാനായിട്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്ന് അദ്ദേഹം ഇറങ്ങി വന്നു. അവിടെ വിഖ്യാതനായ എഴുത്തുകാരൻ. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ആ മുറ്റത്തിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മാവ് പൂത്ത് നിൽക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാത്തത്. എനിക്ക് ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പറ്റാത്ത, പോർച്ചുഗീസും ഇംഗ്ലീഷും ആണ് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിനോട് പറഞ്ഞെന്താ അറിയാം, ഇതിന് നിങ്ങളുടെ നാട്ടിൽ മാങ്ക എന്നല്ലേ പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് മാങ്ക എന്നല്ലേ പറയാതെ, ഈ കണ്ണി വാങ്ങിക്കേ ചൂണ്ടിയാദ്യം പറയാം. അതിന് നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ വാങ്ങിക്കുക പറയാതെ. ഞങ്ങളും പോർച്ചുഗീസ് ഭാഷയിൽ അങ്ങനെയാണ്. അപ്പൊ മാവ് ഇവിടുന്ന് വന്നോ? കശുവണ്ടി ആരാ പിടിക്കാൻ കൊണ്ടുവന്നു? ഈ തീരദേശത്തേക്ക് കശുവണ്ടി ആര് കൊണ്ടുവന്നു? അപ്പൊ സസ്യങ്ങള് കൈമാറ്റം ചെയ്യപ്പെടുന്നു,
അല്ലേ? കിഴങ്ങ് വർഗ്ഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, കോഫി വരുന്നു, ടീ വരുന്നു, അല്ലേ? നമ്മുടെ ടീ പ്ലാന്റേഷനൊക്കെ അങ്ങനെ ഉണ്ടായതല്ലേ? അപ്പൊ ഈ പറയുന്ന സംസ്കാരങ്ങളുടെ ഭാഗമായുള്ള ആദാന പ്രദാനങ്ങളിൽ ഒരുപാട് പുതിയ സസ്യങ്ങൾ വരുന്നു, കുറെ കൂടി പുതിയ ചെടികൾ കടന്നു വരുന്നു, പക്ഷിമൃഗാദികൾ കടന്നു വരുന്നു. ഇനി രസകരമായൊരു കാര്യം, ഞാൻ ഈയിടെ നമ്മുടെ മണ്ണാർക്കാട് ഭാഗത്ത് അടുത്ത കാലത്ത് വലിയ പ്രശ്നമുണ്ട്. ഒരു തരം ഒച്ചുകള് ആ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് അങ്ങ് വന്നു. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കറുത്ത ഒല്ലു ഒച്ച, അത് ഭയങ്കര അപകടകാരിയായ ഒച്ച. ആ ഒച്ചിന്റെ ഉറവിടം ഏതാണെന്നറിയോ? അത് ആഫ്രിക്കയിൽ നിന്ന് മരം കയറ്റി കൊണ്ടുവരുന്നു, അല്ലെ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളമായിട്ട് മരം വരുന്നത്. ആ മരത്തിന്റെ തടി വരുമ്പോൾ അതിന്റെ തോടിന്റെ ഇടയിലൂടെ കടന്നു വന്നതാണ് ഈ ഒച്ച്. ആ ഒച്ച് ഇവിടെ വ്യാപകമായിട്ട് പടരുക. സംസ്കാരത്തെ, സാഹിത്യത്തെ ഒക്കെ സ്വാധീനിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇൻവേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരർത്ഥത്തിൽ നമുക്ക് ഇൻവേഷൻ അപകടകരമാണ് എന്ന് പറയുമ്പോഴും ഇൻവേഷനുകളാണ് സംസ്കാരങ്ങളുടെ വിനിമയങ്ങൾ സാധ്യമാക്കിയത്. മതങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യും. ഹിന്ദു മതവും അങ്ങനെ യാത്ര ചെയ്യും. അങ്കോർ വാട്ടിലെ ഹിന്ദു ക്ഷേത്രം, അല്ലെ? ഇന്തോനേഷ്യൻ, അല്ലേ? ഇന്തോനേഷ്യൻ ദ്വീപുകളിലൊക്കെ ഉണ്ട്. പല ഇന്തോനേഷ്യൻ ദ്വീപുകളുണ്ട്. ബാലി ദ്വീപിലെ ആ പ്രദേശത്തെ, ബാലി പ്രദേശത്തെ ഔദ്യോഗിക മതം ഏതാ? ഹിന്ദുമതാണ്. എങ്ങനെ പോയി? ഇവിടുന്ന് പോയതാവുമല്ലോ. ബുദ്ധമതം പോയതുപോലെ അങ്ങോട്ട്. അപ്പൊ അങ്ങോട്ടും പോയിട്ടുണ്ട്, ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നൊക്കെ തെറ്റ്, അങ്ങോട്ട് പോയതൊക്കെ മഹത്താണെന്ന് പറയണ്ട. അതാ ഞാൻ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിലെ വെറുപ്പിന്റെ പ്രചാരകര് പറയുന്നത് ബാലിയിൽ ഹിന്ദുമതം പ്രചരിച്ചതൊക്കെ കേമം, കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചത് മോശം. അതാണല്ലോ അവരുടെ വ്യാഖ്യാനം. അതല്ല, ഇസ്ലാമും ലോക സംസ്കൃതിക്ക് വലിയ സംഭാവനകൾ നൽകിയ മതമാണ് എന്ന് കൂടി ബോധ്യപ്പെട്ടു. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കുറെ നേരം സംസാരിച്ചു. എന്തായാലും അതിയായ സന്തോഷം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പഠിക്കുക, ആ വഴിയിലൂടെ സഞ്ചരിക്കാം. മുഹമ്മദ് ഖുറിയെ പോലെ പുതിയ പുതിയ അന്വേഷണങ്ങളിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കാൻ മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ. അവർ പുതിയ ഭാഷ പഠിച്ചു. മറ്റൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ അനൗൺസ് ചെയ്യില്ലല്ലോ, അല്ലേ? ഇപ്പൊ ഇംഗ്ലീഷും നമ്മുടെ ഭാഷയാണെന്നും, ഇംഗ്ലീഷ് ഭാഷയാണെന്ന് മാത്രമല്ല, സ്പാനിഷ് ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിച്ചോളെന്നാണ് ആര് പുകാരിതങ്ങൾ പറഞ്ഞത്, അല്ലേ? അതിന് സ്പാനിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതിന്റെ സാധ്യതയാണ്. എന്താ സ്പാനിഷ് പഠിച്ചാലും ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ചൈനീസ് ഭാഷയും കൂടി പഠിക്കുന്നവന് വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടുന്ന് മലയാളം മാത്രം അറിയുന്ന കച്ചവടക്കാരൻ തിരൂരിൽ നിന്ന് പോയിട്ട് ചൈനക്കാരനോട് വില പേശി സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇടനിലക്കാരനായിട്ടൊരു ചങ്ങായി ഉണ്ടാവണം. ആ ചങ്ങായി ആരാണ്? അത് മലയാളവും ചൈനീസും സംസാരിക്കുന്നവനാണ്. അവന്റെ മുമ്പിൽ സാധ്യത നോക്കും. അപ്പൊ മലയാളം, ചൈനീസും ഇംഗ്ലീഷും കൂടി അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ സാധ്യത തുറക്കും. ഏത് ഭാഷ പഠിച്ചാലും അത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ സാധ്യത തുറക്കും. അപ്പൊ ഇനി ഇങ്ങനെ പോവുക വലിയ സ്വപ്നമല്ലേ? ലാറ്റിൻ അമേരിക്കയിലെ പള്ളികളിൽ ഇവിടുത്തെ ഒരു കുട്ടി പോയിട്ട് പഠിച്ചിട്ട് ലാറ്റിൻ അമേരിക്കയിലെ ഒരു പള്ളിയിൽ പോയിട്ട് സ്പാനിഷ് ഭാഷയിൽ കുത്തുവ നിർവഹിക്കുന്ന ഒരു കാലം ആലോചിച്ചു, അല്ലേ? ഒരു സാധ്യതയാണ്. ആ സാധ്യത തിരിച്ചറിയാം. അങ്ങനെ യാത്രകളിലൂടെ, അറിവുകളിലൂടെ, മഹാസഞ്ചാരങ്ങളിലൂടെ സംസ്കാരത്തിന്റെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ 4 പുസ്തകങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. വായിക്കൂ കേട്ടോ. ഒന്ന് യാത്രാവിവരണം, ഒന്ന് വായിക്കും. ഞാനിപ്പോൾ എല്ലായിടത്തും നിർബന്ധിച്ച് പിടിച്ചു നിർത്തി വായിപ്പിക്കുക. ഇനി വായിക്കില്ല, ഇങ്ങനെ മന്തിരിക്കുള്ളൂ. വെറുതെ ഇങ്ങനെ ഇന്നും രാവിലെ പുട്ടും കടലും കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. നിർത്തി കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കൂ കേട്ടോ. ഗംഭീര സാധനമല്ലേ, അല്ലേ? എന്തെല്ലാം സീരിയസ് ആയിട്ട് പണിയെടുക്കുക. ഇത്ര അലസമായിട്ട് ചെയ്യാനുള്ളതാണ് അല്ലല്ലോ. ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങൾ നാടൻ പാട്ടെ പറഞ്ഞാൽ ചന്തിയും മോലയും കുലുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നും അതന്നെ. ഇത് കുറെ കഴിഞ്ഞാൽ മടുക്കില്ല. ഇത് ശരീരം പോലെ ഇത്ര കുറച്ച് കഴിഞ്ഞാൽ മടുക്കുന്ന ഒരു സാധനം ഉണ്ട്. മടുക്കാത്തൊരു സാധനം എന്താ? അത് അറിവാണ്. അറിവ് മാത്രം, മറ്റൊക്കെ മടുക്കും. അപ്പൊ അതിങ്ങനെ കൊണ്ട് കുറെ ആഘോഷിക്കാം. അപ്പൊ ലക്ഷക്കണക്കിന് ലേക്ക് കിട്ടും, കുറെ മടുക്കും. അപ്പൊ അതൊക്കെ പോയിട്ട് ആഘോഷിക്കേണ്ടെന്നല്ല, ഇതൊക്കെ ആഘോഷങ്ങളൊക്കെ നല്ലത് തന്നെയാണ്.
പെരുന്നാൾ ആഘോഷിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം, ഓണമൊക്കെ ആഘോഷിക്കണം, ഒക്കെ നല്ലത് തന്നെയാണ്. സന്തോഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒപ്പം വിജ്ഞാനത്തിൻ്റെ പുതിയ ലോകങ്ങളിലൂടെയും കടന്നു പോകാൻ, അസാധാരണമായ വായനയിലൂടെ കടന്നു പോകാൻ ഒക്കെ എൻ്റെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സാംസ്കാരിക ഉത്സവം യാത്ര പ്രമേയമായിട്ടുള്ള പ്രകാശനം നടത്താനാണ് എന്നോട് പറഞ്ഞ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.